നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ പ്രസിഡന്റ്. ബഹുമാനി, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ആദ്യമായിട്ട് നിമിഷ പ്രിയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി മുടക്കേണ്ട 8 കോടിയിൽ പരം രൂപ സൗദി അറേബ്യയിൽ കഴിയുന്ന റഹീമിന് വേണ്ടി പിരിച്ചെടുത്ത സംഖ്യ 11 കോടി ബാക്കിയുണ്ടെന്ന് അത് ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ പറഞ്ഞതനുസരിച്ച് ആ എമൗണ്ടിൽ നിന്നും നിമിഷപ്രിയക്ക് മോചിപ്പിക്കാൻ കൊടുക്കാൻ തയ്യാറാണെന്നുള്ളൊരു വാർത്ത വന്നു. നമ്മളതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ്. നല്ലൊരു മാതൃകാപരമായ കാര്യമാണ്. മറ്റൊന്ന്, ശ്രീമൻ മമ്മൂട്ടിയോട് എല്ലാ ബഹുമാനവും ആദരവും വെച്ചുകൊണ്ട് പറയട്ടെ. ശ്രീമൻ മമ്മൂട്ടി ഏതാണ്ട് സാധാരണ ഒരു പുരുഷന് വരാവുന്ന ആയുസ്സാണ് 73-75 ആ ഘട്ടത്തിൽ മിനിമം ആയിട്ടുണ്ട്. ഞാനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ സന്ദർഭത്തിൽ ഇത്രയെല്ലാം നോക്കി ശ്രദ്ധിച്ചു വിട്ടും ചെറുപ്പത്തിലുള്ള പുകവലിയിൽ നിന്നാണ് തോന്നുന്നു ചെറിയൊരു അസുഖം വന്നു. അത് ചികിത്സയിലാണ് മാറിയാണ്, ഒക്കെ മാറി ശരി തന്നെ. എങ്കിലും അങ്ങ് ഇനി സിനിമാ ഫീൽഡിൽ അഭിനയിക്കാൻ വേണ്ടി ആരോഗ്യവും സമയവും വിശ്രമവും കളയരുത്. ഇനിയുള്ള സമയം നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു ധ്യാന ജീവിതം എന്ന് പറയാം. അതായത് ജീവിതം സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട്, വലിയ ടെൻഷനോ അല്ലെങ്കിൽ ടെൻഷൻ മീനിങ് സാമ്പത്തികമായിട്ടില്ല, എന്നാൽ സിനിമയിലോ ടെൻഷൻ ഉണ്ടല്ലോ. ഒരു നേതാവ് ഇലക്ഷനിൽ മത്സരിച്ച് റിസൾട്ട് അറിയുമ്പോഴുള്ള വിഷമം, അതിനേക്കാൾ ഉപരിയാണ് ഒരു സിനിമ റിലീസ് ചെയ്യേണ്ട റിസൾട്ട് അറിയുന്നത്. അതൊക്കെ ടെൻഷൻ തന്നെയാണ്. അതില്ലാതെ ഇരിക്കണം. ഇത് പറയുന്നത് പ്രേംനസീർ. നിങ്ങൾക്കറിയാം, ജീവിതത്തിൽ അല്ല ആയുസ് നീട്ടി കിട്ടാൻ വേണ്ടി ആ ഡാൻസുകാരൻ പയ്യനില്ലേ, അതേ 200 ഡോക്ടർമാർ ശ്രദ്ധയിലാണ്. ശ്വസിക്കുന്ന വായു വരെ അളന്ന് ക്ലീൻ ചെയ്ത ശ്വസിച്ചത്. എന്നിട്ട് 50 എത്തിക്കാൻ പറ്റിയില്ല. ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ച വ്യക്തി, അദ്ദേഹം ആയുസ് എത്തിയില്ല, വളരെ നേരത്തെ മരിച്ചു. അങ്ങനെ ഒരുപടി സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇനി ഒരു പേരിന് വരുമ്പോൾ അങ്ങേക്ക് ആവശ്യമില്ല. ഇനി അങ്ങ് ചെയ്യേണ്ടത് പരമാവധി വിശ്രമമാണ് സാർ. അപ്പോൾ ചെല്ലു പറയും 2 പോയ കിടന്നു പോകുന്നു. അത് ഒരു പോയിന്റാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ പ്രായത്തിൽ എഴുന്നേറ്റ് എടുക്കാൻ തറിയോ എന്താ ഈ പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ വാസ്തവം പറഞ്ഞാൽ അല്പം കഞ്ഞി കുടിച്ച് വീട്ടിലിരുന്ന് കാല് തിരുമ്പി ഇരിക്കേണ്ട സമയമാണ്. എന്നിട്ടും നമ്മൾ ചെയ്യാത്തതിന് കാരണം വെച്ചാൽ ഇരുന്ന് പോയി നമ്മൾ കിടന്നു പോകുന്നുള്ള വലിയ ഫിലോസഫിയാണ്. അത് എതിർക്കുന്നില്ല. പക്ഷെ അങ്ങക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു മൈനസ് പോയിന്റ് അസുഖം എന്നുള്ളത് സത്യമാണല്ലോ. അത് അംഗീകരിക്കുന്നതാണ്. അത് ദയവ് ചെയ്ത് പ്രേംനസീർ കാര്യം പറയാണ്. വളരെ ഭക്ഷണമൊക്കെ നിയന്ത്രിച്ച് യാതൊരു ജീവിതത്തിൽ ആസ്വാദനമില്ലാതെ ജീവിച്ച ആളാണ്. അവസാനം 63 വയസ്സിൽ പോയി. എന്താ കാരണം? ആ സിനിമയുടെ ഇത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയത്തിൽ വന്ന് കോൺഗ്രസ്സുകാർ വിരട്ടി, ഇൻകം ടാക്സ് കൊണ്ട് വിരട്ടി അദ്ദേഹത്തെ കാപ്പിലാക്കി 140 മണ്ഡലങ്ങൾ ഇടുക്കി വെച്ച് 130 മണ്ഡലങ്ങളിൽ ജാഥ നയിപ്പിച്ച് പ്രസംഗം നടത്തി വിശ്രമമില്ലാതെ. ഇന്നിപ്പോൾ എന്ത് പറഞ്ഞു, വെളുപ്പിന് 3 മണിക്കാണ് വന്ന് തീ കിടക്കാൻ നോക്കുന്നത്. എന്നിട്ട് 5 മണിക്ക് വീണ്ടും തുടങ്ങും. ഇതിൻ്റെ CH മുഹമ്മദ് സാഹിബ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചിലപ്പോൾ 4 മണിക്ക് ഇലക്ഷൻ്റെ മൂർധൻ്റെ ദശയിൽ വെളുപ്പിന് 4 മണിക്ക് വന്ന് കിടക്കും, 5 മണിക്ക് നിൽക്കും. 1 മണിക്കൂറൊക്കെ വിശ്രമിച്ചിട്ടുള്ളൂ അദ്ദേഹം, ഈ CH മുഹമ്മദ്. അതിലേക്ക് ഫലം നിങ്ങൾ അറിയാമല്ലോ, എത്ര ആയുസെത്താൻ വെച്ച് പോയില്ലേ. അങ്ങനെ ആയുസെത്താതെ, അതായത് ആൾക്കാർ 63ാമത്തെ വയസ്സിൽ അതിൽ പല അട്ടിമറിയുന്നുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല. അദ്ദേഹം ഈ ലോകത്തിൽ യാത്ര പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ദയവ് ചെയ്ത് ഇനിയൊരു പേരും പെരുമക്കോ ഒന്നും ആവശ്യമില്ല. ലോകത്ത് അങ്ങേക്ക് കിട്ടാവുന്ന സർവ്വ പേരും പ്രശസ്തിയുണ്ട് എല്ലാ നിലക്കും, എക്കണോമിക്കിൽ പോലും. അതുകൊണ്ട് വിശ്രമിക്കുന്നതാണ് നല്ലതെന്ന് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇതറിയുന്ന കേൾക്കുന്ന ഞാൻ ഈ സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പ്രസിഡന്റിനോട് പറയാണ്, റിക്വസ്റ്റാണ്. ഇത് കേൾക്കുന്ന ആരെങ്കിലും അത് ചെവിയിൽ എത്തിച്ചാൽ അത് നല്ലത്. ഇപ്പോൾ ചിങ്ങം 1 ആഗസ്റ്റ് 17 വീണ്ടും ഷൂട്ടിന് വരുമെന്നൊക്കെയാണ് കേൾക്കുന്നത്. അതൊക്കെ അങ്ങയുടെ ഇഷ്ടം. മറ്റൊന്ന്, ഈ ചേലാകർമ്മത്തെക്കുറിച്ച്. ചേലാകർമ്മത്തിൽ മുസ്ലിം ആൺകുട്ടികളെ സുന്നത്ത് കല്യാണം എന്ന് പറയും. ലിംഗ അഗ്രഹം ഛേദിക്കുന്നതാണ്.
പണ്ടൊക്കെ അത് 7, 8, 10 വയസ്സൊക്കെ ആകുമ്പോഴാണ്. അപ്പം എല്ലാവർക്കും ചെല്ലുമ്പോൾ അവിടെ അടിരോമൊക്കെ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ. അങ്ങനെ പണ്ട് കാലം അങ്ങനെയാണല്ലോ. ഇന്നിപ്പോൾ അല്ല, പ്രസവിക്കുന്നപ്പോൾ എൻ്റെ മകനൊക്കെ പ്രസവിച്ചുകൊണ്ട് ആ ആഴ്ച തന്നെയാണ് ഡോക്ടറെ കൊണ്ട് ഹോസ്പിറ്റലിൽ വെച്ചാണ് ചെയ്തത്. അപ്പോൾ അത് നല്ലതാണെന്ന് ഒരു ഹിന്ദു ലേഡി ഡോക്ടർ പറഞ്ഞു. അതേക്കുറിച്ച് എന്തെല്ലാം അവരെക്കുറിച്ച് ചില കേന്ദ്രങ്ങളിൽ നിന്ന് വിമർശനവും എതിർപ്പുണ. ഒരു കാര്യം മനസ്സിലാക്കുക, ആ ഹിന്ദു ഡോക്ടർ, ലേഡി ഡോക്ടർ മാത്രമല്ല, വർഷങ്ങൾക്കും ഡോക്ടർ ഇപ്പോഴും അമേരിക്കക്കാരൻ ഡോക്ടർ ഇപ്പോഴും പറഞ്ഞത് ഗർഭാശയ ക്യാൻസറിൽ ഏറ്റവും കുറവുള്ളത് മുസ്ലിം സ്ത്രീകളിലാണ്. അതിന് കാരണം പുരുഷൻ ലിംഗം അഗ്രം ക്ലീൻ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും വൃത്തിയായിരിക്കും. മറ്റു നമ്മൾ എത്ര ചെയ്താലും ഒന്നാമത്തിലും മൂത്രമൊഴിച്ച കഴുകുക എന്നുള്ളത് മറ്റ് സമുദായങ്ങളിൽ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ക്രിസ്ത്യൻ സമുദായത്തിലോ ഹിന്ദു സമുദായത്തിലോ ഒന്നുമില്ല, ഒന്ന് കുടഞ്ഞ് അതേ ഉള്ളൂ. മുസ്ലിങ്ങൾക്ക് നിർബന്ധമായിട്ടും മൂത്രമൊഴിച്ചതിന് കഴുകണം. അത് ഭംഗിയായിട്ട് കഴുകും, വേറെ തുടിച്ച പോരാ. അതുകൊണ്ടൊക്കെയാണ് അഴുക്കില്ലാതെ, രോഗാണു വരാതെ ഗർഭാശയ ക്യാൻസർ കുറവ്. ഇതൊക്കെ സത്യമാണ്. അപ്പം അതുകൊണ്ട് ആ ലേഡി ഡോക്ടറെ കുറ്റപ്പെടുത്തേണ്ട. അതൊക്കെ ശാരീരിക ശാസ്ത്ര, വൈദ്യശാസ്ത്രം അനുസരിച്ച് നല്ലത് തന്നെയാണ്. ഇത്രയും കാര്യമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. പിന്നെ ഈ വിദ്യാഭ്യാസ സമയത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസ സമയം മാറ്റം വന്നു. വർഷങ്ങളായിട്ട് ഒരു ആചാരം പോലെ നിൽക്കുന്നതാണ്. ഇപ്പോൾ ഒരു 10 മണിക്ക് തുടങ്ങി 4 മണിക്ക് അവസാനിക്കുക എന്നുള്ളത് സ്കൂൾ വിദ്യാഭ്യാസം. അത് ഇപ്പം ഈ അടുത്ത കാലത്ത് ഈ പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും വരുന്ന സമയത്ത് തന്നെ മന്ത്രിസഭയുടെ മന്ത്രി അത് 15 മിനിറ്റ് രാവിലെ 15 മിനിറ്റ് വൈകി ഈ അരമണിക്കൂർ കൂട്ടിയതിൻ്റെ ഉദ്ദേശം എന്താ പറയുക, അന്ന് ആ മണ്ടൻ ഒരു കാര്യം പറഞ്ഞു. ഞാൻ മണ്ടൻ എന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല, കണക്ക് ഉദ്ധരിക്കുകയാണ്. ഏതാനും ചില വ്യക്തികൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സമയത്ത് മാറ്റം വരുത്താൻ പറ്റില്ലെന്ന് അദ്ദേഹത്തിന് പ്രഖ്യാപനം ഇന്ന് കണ്ട്. വിദ്യാസമയത്ത് മാറ്റം വരുത്താൻ ആര് പറഞ്ഞു? നിങ്ങൾ അശാസ്ത്രീയമായിട്ട് നിങ്ങൾ തീരുമാനിച്ചല്ലേ. കാരണം ഏതാനും വ്യക്തിയാണോ? കേരള ജനസംഖ്യ 40% വരുന്ന ഒരു വിഭാഗമാണ് മുസ്ലിങ്ങൾ. കാര്യങ്ങൾ മനസ്സിലാക്കണം മിസ്റ്റർ മന്ത്രി. 40% വരുന്ന മുസ്ലിങ്ങളാണ് കാര്യത്തിൽ നിങ്ങൾ ഏതാനും വ്യക്തികൾ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കള്ളനാക്കേണ്ട, പൊട്ടനാക്കേണ്ട. ഞാൻ അടുത്ത പ്രാവശ്യം പറയുന്നത് എന്താണെന്നുള്ളൂ ഇപ്പം തന്നെ പറയും. പക്ഷെ മുസ്ലിം സമുദായം ഒരു കാര്യം പറയാനുള്ളത്, ഗവൺമെൻറ്, ഭരിക്കുന്ന ഗവൺമെൻറ് അംഗീകരിക്കാവുന്ന ഈമാൻ്റെ ഭാഗമാണ്. അത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഒരു പരിധി അംഗീകരിക്കും, അനുകൂലിക്കുകയും ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ നിങ്ങൾ മദ്രസ അല്ലെങ്കിൽ നിങ്ങൾ അസോസിയേഷൻ, നിങ്ങളുടെ സംഘടനയില്ലേ, ആ സംഘടന വിളിച്ചു കൂട്ടിയിട്ട് ഈ വിഷയം ചർച്ച ചെയ്യണ്ടേ? എന്നിട്ടില്ലേ നിങ്ങളൊരു ഫത്വ അല്ലെങ്കിൽ വ്യാഖ്യാനം കൊടുക്കാവൂ? അത് ചെയ്തോന്നിരിക്കാല്ലേ, ചെയ്തിരിക്കുന്നല്ല, ചെയ്തില്ലെങ്കിൽ അത് ചെയ്യണ്ടേ? ആ തൊട്ടേനും പിടിച്ച പ്രശ്നം ഉണ്ടാക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. മുസ്ലിം സമുദായം അവരുടെ അറിവും വിവേകവും ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ചുകൂടി അമിക്കബിൾ സെഗ്മെന്റ്, കുറച്ചുകൂടി മിതമായിട്ടും ന്യായമായിട്ടും കഴിയുന്ന പരാതി ഇല്ലാത്ത രീതിയിലേക്ക് ഇറങ്ങണം. ഇത് ബഹുസ്വര സമൂഹമാണ് ഇന്ത്യ. നിങ്ങൾ ഒരാൾ മാത്രമല്ല. ഇന്നിപ്പോൾ ഒരു സ്വർണ്ണക്കടക്കാരൻ്റെ ഒരു പരസ്യം കണ്ട് തട്ടിപ്പതുണ്ട്. അതൊരു സ്ത്രീയെ കാണിച്ച് വാസ്തവം അവർ എൻ്റെ മുൻപിലാണ്. അന്ന് ഞാൻ കരുതടിക്കല് ചത്താൽമില്ല, എന്തോ ഒരു മുഖം കണ്ട് മറച്ച്. നമ്മൾ ഇന്ത്യയിൽ നിങ്ങൾ ജീവിക്കാൻ, ഞാൻ പറയുന്നത് പെണിങ്ങാൽ കൊള്ളയടിക്കല, വളരെ വികാരപരമായിട്ട് പറയുന്നത്. ഇന്ത്യയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ സിസ്റ്റം മാറ്റണം. പറഞ്ഞു കിട്ടാൻ കുഴപ്പമൊന്നുമില്ല. ആ മുഖത്തുള്ള വച്ചുകെട്ടില്ല, അത് വെച്ചുകൊണ്ട് രംഗത്ത് വരരുത്. അതൊക്കെ വീട്ടിൽ നടണം. നമ്മുടെ സംഘപരിവാറിനോ അല്ലെങ്കിൽ കൃസംഖ്യകൾക്ക് വളരെ അവസരം കൊടുക്കണം. അത് കണ്ടാൽ തന്നെ എന്തൊരു കോലം, കണ്ണ് മാത്രം കാണിച്ച് ഒരു പർദ്ദ സിസ്റ്റം ഇട്ടോ. അത് വാസ്തവത്തിൽ ഇന്ത്യയെ പോലെ ഒരു സാമൂഹ്യ പശ്ചാത്തലം അല്ലെങ്കിൽ പിന്നീട് തന്നെ പ്രകൃതി ആവശ്യമില്ല. പോകട്ടെ, എന്തെങ്കിലും ചിട്ട് ചെയ്തിരുമെങ്കിൽ കിട്ടേ. അതൊന്ന് മുഖം മറിച്ച്, ഞാൻ കണ്ണ് മാത്രം കാണിച്ചുകൊണ്ട് അത് റോഡ് നടക്കുമ്പോഴൊക്കെ ഇത് വളരെ നാണക്കേട് വരുന്നതേ. നാളെ അത്ര മോസ്റ്റ് മോഡേണാണ് ഇസ്ലാം മതം, ഇസ്ലാം ചിന്തയും തത്വസംഹിതയും. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ കൊച്ചായി പോവാണ്. അതൊന്നും അഭ്യാസം കാണിക്കണ്ട. പറയാണ്ട് വളരെ വ്യക്തമായിട്ട് പറയട്ടെ. ഇത് RSS അല്ല പറയുന്നത്, മൊയ്തീൻ ഷായാണ്. നിങ്ങൾ ആ മുഖം മറിച്ചുള്ള പരിപാടി കേരളത്തിൽ എവിടെയും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പ് പരസ്യമായിട്ട് അടിക്കിറങ്ങും. തല്ലൽ കൊള്ളാം, കൊന്നാലും കൊള്ളാം. അത് വാണിംഗ് ആണ്, മുന്നറിയിപ്പാണ്. RSS അല്ല പറയുന്നത്, മൊയ്തീൻ ഷാ വരുന്നത്. അതായത് പർദ്ദയിട്ട് കിടക്കുന്ന സ്ത്രീകൾ പർദ്ദയിട്ട ഒരു കുഴപ്പമില്ല, തല മറിച്ച് സ്ത്രീകൾ നടന്ന ഒരു കുഴപ്പമില്ല. പക്ഷെ മുഖത്ത് കഷ്ടത്തുടി ഇട്ടുകൊണ്ട് ഈ റോഡ് നടക്കുന്ന ആ അവഹേളനം പ്രഹേളിക പോലെ അത് ഇനി തുടർന്നാൽ സത്യമായിട്ട് ഞങ്ങൾ അടിക്കും. ഒരു സംശയക്കത്തില്ല. കൊന്നാലും വേണ്ടില്ല. ഇത്ര മോശമാണ് ഈ സമുദായം, ഈ സംസ്കാരം മനുഷ്യനെ ഉറപ്പിക്കാണ്ട്. അപ്പം അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ വീണ്ടും
കർണാടകയിൽ എന്തെങ്കിലും കാര്യം ഒന്ന് തുറന്നു പറഞ്ഞാൽ ഉടനെ അവരെ ജിഹാദിയാക്കും, അല്ലെങ്കിൽ മറ്റേ പേരൊക്കെ ആക്കും. അങ്ങനെ ആക്കാൻ പറ്റിയ ആളൊന്നുമല്ല മൊയ്തീൻ ഷാ. താൻ തികച്ചും മതവിശ്വാസവും രാജ്യസ്നേഹമുള്ള ഒരു പൗരനാണ്, ഒരു കാര്യം സംശയമാക്കാത്തില്ല. പക്ഷെ 100-200 യുവതികളെ ബലാൽ ചെയ്ത് കൊന്ന് കുഴിച്ച് കത്തിച്ചിട്ട് സംഭവം ഉണ്ടായിട്ട് 1-2 ആഴ്ച മറ്റേ വന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തൊട്ടേൻ പിടിച്ച് ചാല് ചർച്ചയുള്ളവർ എന്താ ഉണ്ടാക്കുന്നത്. ഇപ്പം അവിടെ ചില തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ. ഇതിന് മുമ്പുള്ള ആരും പോട്ടെ, കോൺഗ്രസ് എന്ത് ഇങ്ങനെ പരാതി കിട്ടിയിട്ട് കോൺഗ്രസിൻ്റെ പോലീസല്ലേ? നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഇപ്പോൾ ചെറിയ അന്വേഷണം വന്നിട്ടുണ്ട്. ഇത്ര വൈകാൻ കാരണം നിങ്ങളുടെ അവിടുത്തെ ഒരു മന്ത്രി പറഞ്ഞല്ലേ, പശുവിനെ കച്ചവടക്കാരെ ഞങ്ങൾ റോഡിലിട്ട് വെടിവെച്ച് കൊല്ലു എന്നൊക്കെ പറഞ്ഞല്ലേ. എന്നിട്ട് എന്ത് നടപടി എടുത്താൽ ആ മന്ത്രിക്കെതിരെ? കോൺഗ്രസ് നിങ്ങൾ ഇരിക്കുന്ന കൊമ്പ് മറിക്കരുത്. നിങ്ങൾ കാണിക്കുന്നത് വളരെ മോശമാണ്. നിങ്ങളുടെ മൃദു ഹിന്ദുത്വം നിങ്ങൾ നശിപ്പിക്കുക, ഒരു സ്ഥലത്ത് എത്തിക്കില്ല. കേരളത്തിലേക്ക് ഞാൻ വരാണ്, കേരള രാഷ്ട്രീയത്തിലേക്ക്. അതൊക്കെ കേട്ടോളൂ. ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞിട്ട് ആ ആളെ എന്തുമാത്രം ആക്രമിച്ചാൽ ചിലർ കൊന്ന കേസൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം വരെ ഭൂമി വീട് തന്നെയാണ്. ചിലർ പരന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുപോലെ 1969 കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ എയർപോർട്ട് എറണാകുളം ജില്ലയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തേക്ക് മാറ്റേണ്ടി വരും എന്ന എൻ്റെ പ്രസ്താവന മാതൃഭൂമിയിൽ വന്നതിന് ശേഷം എൻ്റെ ആൾക്കാർ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞത്. ഞാൻ ചിരിച്ചുള്ളൂ. 2000 ആണ്ടിൽ 1975 എൻ്റെ മകളെ പ്രസവിച്ചപ്പോൾ ഒരു പേരിടാൻ പറഞ്ഞു ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ഞാൻ പേരിട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഈ കുട്ടി വളരാനും വികസിക്കാനും സാധ്യതയുണ്ടെങ്കിൽ ജീവൻ നിലനിൽക്കുകയാണെങ്കിൽ ഇവളെയൊക്കെ അറിയപ്പെടുന്ന നമ്പറിലായിരിക്കും പറഞ്ഞത്. ഞാൻ ചുരുക്കി പറഞ്ഞ വലിയ സംഭവം. ഇപ്പോൾ നമ്മളെല്ലാം അറിയുന്ന ആധാർ കാർഡിലെ നമ്പർ ഉപയോഗിച്ചല്ലേ ഇത് വന്നിട്ട് 25 വർഷമായി. ഞാൻ പറഞ്ഞ 50 വർഷം മുൻപാണ്. അങ്കമലേറു മെഗാ ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞത് നമ്മൾ 2099 പറഞ്ഞു. 25 വർഷം കഴിഞ്ഞിട്ട് പണി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇനി നമ്മൾ പറയുന്നത് എയർപോർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ട് നെടുമ്പാശ്ശേരിയിലത് 2045 പണി തുടങ്ങി 2050 പൂർത്തിയാകും. അത് ഐലൻഡിലേക്ക് വീണ്ടും വരും എന്നാണ് പറഞ്ഞത്. ഡൊമസ്റ്റിക് എയർപോർട്ട് അവിടെ നിലനിൽക്കും, ഇൻ്റർനാഷണൽ എയർപോർട്ട് നേരെ ഐലൻഡിലേക്ക് വരുന്നത്. കാരണം അവിടെ 10-15 ഏക്കർ വെറുതെ കിടപ്പുണ്ട്. പിന്നെ കടൽ തീരാണ്, വെള്ളക്ഷോഭം ഉണ്ടാവില്ല, ഒരുപാട് ആനുകൂല്യമുണ്ട്. അതൊക്കെ പിന്നീട് പറയാം. ഇനി കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയെ മുസ്ലിം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കണം എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. CH മോയ് മുഖ്യമന്ത്രിയായിട്ട് അതൊക്കെ ഒരു സാന്ദർഭികമായിട്ട് ബൈ ചാൻസ് കിട്ടി. അതൊന്നും ഒരു ഇതില്ല, വന്നപ്പോൾ ഒരു മണ്ഡലക്കാലം നിർത്തില്ല, അത് അന്തോടി താഴെ ഇട്ടു. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മുഖ്യമന്ത്രിയായിട്ട് കണ്ടുകൊണ്ട് വേണം കേരളത്തിൽ അടുത്ത 26 അസംബ്ലി ഇലക്ഷൻ നേടാൻ. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് UDFകാരും മുസ്ലിം ലീഗുകാരും കേട്ടോ. അതായത് പിണറായി വിജയൻ സഖാവിനെ ആരോഗ്യത്തോടെ അദ്ദേഹം വരട്ടെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ വരികയും ചെയ്തു. അദ്ദേഹത്തെ അടുത്തൊരു 4-5 വർഷത്തേക്കൊന്നും അല്ലെങ്കിലൊന്നും ഒതുക്കാൻ ആ പാർട്ടിയിൽ ആരുമില്ല. ദേശീയ ലെവലിൽ ബേബി പറഞ്ഞിട്ടും കാര്യമില്ല. ദേശീയ ലെവലും ഇല്ല, സംസ്ഥാന ലെവലും ഇല്ല. അദ്ദേഹത്തോട് ആവില്ല. അദ്ദേഹം ആകുന്ന ആള് നമ്മുടെ PW മന്ത്രി മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കാണിച്ചാൽ, ആദ്യം അസൂയ കൊണ്ടാണ് ജയശങ്കർ വക്കീലൊക്കെ പറഞ്ഞെങ്കിലും വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞെങ്കിലും അത് ഏതാണ്ട് ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരാണ്. കാരണം നിങ്ങൾ ചിന്തിക്കാത്തൊരു കാര്യം പറഞ്ഞുതരാം. മുസ്ലിം ലീഗ് പേര് മാറ്റിയിരുന്നെങ്കിൽ അവർക്ക് ഒരു മുഖ്യമന്ത്രി പോസ്റ്റിലേക്ക് ചിന്തിക്കാമായിരുന്നു. അവർ ആ മുസ്ലിം പേര് മാറ്റാത്തവർ അവർക്ക് ചാൻസ് കുറവാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ പറഞ്ഞല്ലോ, 1,40,00,000 മുസ്ലിങ്ങളാണ് കേരള ജനസംഖ്യയിലുള്ളത്. അത് 38% എന്ന് പറഞ്ഞാൽ 1,40,00,000. അതിൽ 25 ലക്ഷം മാത്രമാണ് ലീഗ് അനുഭാവികൾ. ബാക്കി ഒരു 15 ലക്ഷമാണ് കോൺഗ്രസ് അനുഭാവികൾ. ബാക്കി അതിന് 5-10 ലക്ഷമാണ് കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ. അതിലിപ്പോൾ കുറച്ച് 5 ലക്ഷമുള്ളൂ. അപ്പോൾ ഏതാണ്ട് 15-20 45 ലക്ഷം കഴിഞ്ഞാൽ ഏതാണ്ട് 95 ലക്ഷം മുസ്ലിം വോട്ടർമാർ പുറത്ത് നിൽക്കുകയാണ്. അവർക്ക് പ്രത്യേക പാർട്ടിയൊന്നുമില്ല. നിങ്ങൾ മുഹമ്മദ് പള്ളിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് CPM പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 95 ലക്ഷം മുസ്ലിങ്ങൾ, ഒരു 50% മുസ്ലിങ്ങൾ അങ്ങോട്ട് ചായ വോട്ട് പോകും.
അതിൽ വേറെ കാര്യമുണ്ട്. പാലുള്ളി മുഹമ്മദ് കുട്ടിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ CPM-ന്റെ മുന്നണി രംഗത്ത് വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തല്ലോ, അത് വേറെ കാര്യം. എന്നാലും പാലോളി മുഹമ്മദ് കുട്ടിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് പ്രചരണം നടത്തി LDF. അതേ സ്ഥാനത്ത് അന്ന് കോൺഗ്രസ്സിൽ പ്രചരണ പോസ്റ്ററിൽ ഒരു മുസ്ലിം നാമധാരി വയ്ക്കാൻ വേണ്ടിയില്ല. കുഞ്ഞാക്കാടിയും പിന്നെ തങ്ങളുടെയും പേര് വെച്ചാൽ അത് ലീഗാണ്. ലീഗ് അത് വേറെയാണ്. കോൺഗ്രസ് മുസ്ലിം വയ്ക്കാമല്ലോ. അന്ന് ഞാൻ രമേശ് എന്ന KPC പ്രസിഡന്റ് ചോദിച്ചത് എന്താണ് രമേശ് പറ്റാത്ത അദ്ദേഹം പറഞ്ഞോ, KPC പ്രസിഡന്റ് അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പിന്നെ പ്രതിപക്ഷ നേതാവ് കൂടെ ഇത്ര ആൾക്കേ പറ്റുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, ഈ TO ബാബാ സാഹിബിന് ശേഷം 50 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ഒരാളെ ഉണ്ടാക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ പുള്ളി ഒരു വളച്ചേരിയിരിച്ചു. ഏതുപോലെ എന്നറിയോ, അച്യുതാനന്ദൻ ആലുവ പാലസ് വെച്ച് പറഞ്ഞ പോലെ മുസ്ലിം കുട്ടികൾ ആ മലപ്പുറത്തെ കുട്ടികൾ മുഴുവൻ എന്താണ് കോപ്പി അടിച്ച് ജയിക്കണമെന്ന് പല പ്രാവശ്യം പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചാൽ മനുഷ്യൻ എന്നാൽ പുള്ളി ബനിയനിട്ട് ഒരു ലുങ്കി എടുത്ത് ആലുവ പാലസിൽ ഇരിക്കുകയാണ് 101-ാം മുറിയിൽ. ഞാൻ വേറൊരു കാര്യം എന്താണ്, എൻ്റെ കൂടെ 1-2 പേരുണ്ട്. അപ്പം ഞാൻ എല്ലാം സംസാരിച്ച് ഞാൻ ചോദിച്ചു എന്താ സഖാവ് അങ്ങനെ പറയുന്നത്, അപ്പോൾ നമ്മുടെ ഒരു ഭരണകൂടമൊന്നും ഇല്ലേ എന്ന് ഒരു പുള്ളി ഒരു വളച്ചേരി ചോദിച്ചു. ഇപ്പോൾ അത്യാവശ്യം കിടക്കാണല്ലോ. അദ്ദേഹം വേറെ അപകടം പറഞ്ഞു 20 വർഷത്തേക്കോ അല്ലെങ്കിൽ 25 വർഷമൊക്കെ ഇന്ത്യ മുസ്ലിം രാജ്യമാവുന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം മണ്ടത അതല്ലേ BJP കംപ്ലീറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പിലും യുദ്ധത്തിലും പ്രേമത്തിലും നീതിയോ നിയമമൊന്നുമില്ല. അവിടെ ജയം മാത്രമുണ്ട്. ആ ജയം മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, അതാണ് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തും. ഞങ്ങൾ പറയുന്നത് ജയം വേണമെങ്കിൽ അത് വേണം. അപ്പോൾ അത് ഘടകം തന്നെയാണ്. അപ്പോൾ ഈ 140 ലക്ഷമുള്ള വിഭാഗത്തിന് മാന്യം അംഗീകാരം കൊടുക്കണ്ടേ? അങ്ങനെ നിർത്തിയില്ലെങ്കിൽ ഈ പറഞ്ഞ 50% അതിൽ 95 ലക്ഷത്തിൽ പകുതിയോളം വോട്ടങ്ങോട്ട് പോകും. അവർക്ക് പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല, അവർക്ക് പ്രത്യേക ഒരു താല്പര്യമില്ല. ആ ഒരു സമുദായ സ്നേഹം അവർ കാണിക്കും, അതെല്ലാവർക്കും കാണിക്കുക, തെറ്റില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് ഇവിടെ മറുവശത്ത് UDF-ലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കാണിക്കുന്നത് 6 നായന്മാരാണ്. 6 നായന്മാർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞാൻ ചേർത്തത് എന്തിനാ അദ്ദേഹത്തെ ഒഴിവാക്കണം, അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്നല്ലേ. 6 നായന്മാർക്ക് മുഖ്യമന്ത്രിയാണ് ആഗ്രഹമുണ്ട്. ആയിക്കോട്ടെ, നമ്മൾ അന്ന് പറഞ്ഞതാണ്, പക്ഷെ ഇപ്പോൾ അത് പറയുന്നില്ല. ഈ 6 നായന്മാർ എന്താ മനസ്സിലാക്കുക, ആകെ 9% കേരളത്തിൽ ഈ 6 നായന്മാർ ഉൾപ്പെടെ നേതാക്കളെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമുക്കിതിൽ പക്ഷപാതമൊന്നുമില്ല, സത്യം കൊണ്ട് പറയുന്നതാണ്. സത്യത്തിന് മുമ്പ് വികൃതമാണ്. 9% ജനസംഖ്യയിൽ അതിൽ ഇന്നിപ്പോൾ ചന്ദ്രശേഖരനെ കൂടി പ്രസിഡന്റാക്കി 2 ഈഴവ നേതാക്കളെ അവർ മാറ്റി അങ്ങനെ ഒരു മുന്നോക്ക സമുദായത്തെ കയ്യിലേക്ക് BJP വന്നിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ അങ്ങനെയായത്, ഇപ്പോൾ വീണ്ടും വന്നു. അങ്ങനെ വരുമ്പോൾ 70% വോട്ടും നായർ വിഭാഗത്തിൽ പോകുന്ന BJP മുന്നണിക്കാണ്. അല്ലാത്തവർക്ക് ഇവിടെ വോട്ട് കിട്ടുന്നത് ഈ കഴിഞ്ഞ പ്രാവശ്യം 19% വോട്ട് കിട്ടി. എവിടെ നിന്ന് കിട്ടുന്നത്? അതൊക്കെ നിങ്ങൾക്കറിയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വോട്ട് കിട്ടുമ്പോൾ ബാക്കി എത്ര വോട്ടുണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്, 110 പേര് ചെയ്യും മാത്രമാണ് ഒരു നായർ വോട്ട് UDF-ന് കിട്ടുന്നത്. ഇത് സതീശനും എല്ലാം മനസ്സിലാക്കണം. അന്ധമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. 110 നായർ വോട്ട് ചെയ്യണം, ഒരു നായരെ വോട്ട് കിട്ടുന്നത് UDF-ന്. അപ്പം നിങ്ങൾ 6 പേരും മത്സരിച്ച് നിങ്ങൾ രാജ്യം ഭരിക്കാൻ നോക്കി നടക്കുമോ? കിട്ടുമോ? തമ്മത്തിൽ പോവില്ലേ? ആ തമ്മത്തിൽ ഒഴിവാക്കിയ പോലെ UDF-ൽ ഭരണം കിട്ടുമെന്നെങ്കിൽ ഈ 140 ലക്ഷം മുസ്ലിങ്ങളുള്ളവരെ അല്ലെങ്കിൽ 95 ലക്ഷം മുസ്ലിങ്ങൾ കയ്യിലെടുക്കണം. അതിനാ പറഞ്ഞത് നിങ്ങളൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മുഖ്യമന്ത്രിയായിട്ട് കണ്ടുകൊണ്ട് പോകും. അത് പറഞ്ഞപ്പോൾ എന്നോട് പിന്നെ ഒരു പാർട്ടി നേതാവുണ്ട്, സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി STP ഒരു അതിന് പിന്നെ ഷിഹാദ് അലി ആണ് എൻ്റെ സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹം ചോദിച്ചു, എനിക്കറിയാം ആ പയ്യനൊക്കെ അങ്ങനെപ്പടി ന്യൂസ് ഒരു വാർത്തകളാണ്. ആ പയ്യൻ ചെറുപ്പകാലത്ത് 35 വയസ്സുള്ളൂ. ചോദിച്ചു, ആയിഷാബെ അങ്ങനെ നിങ്ങൾ മുസ്ലിം മുഖ്യമന്ത്രി കാണിച്ചാൽ ഇവിടെ ഹിന്ദു ക്രിസ്ത്യാനിലും ഒന്നായി, അത് അപകടം ചെയ്യില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് മണ്ടന്മാരുടെ ചിന്തയാണ്, ബുദ്ധിയുള്ള ചിന്തിക്കില്ല. അങ്ങനെയൊന്നും ഒരുമിച്ച് ആകാൻ പറ്റില്ല, എത്ര ശ്രമിച്ചാലും അത് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിയായിട്ട് കാണണമെന്ന് പറയുന്നത്? ഭരണം കിട്ടണമെങ്കിൽ, അധികാരം കിട്ടണമെങ്കിൽ. അല്ലാതെ ഈ 9% വെച്ച് അതിൽ 70% LDF പിന്നെ BJP പോയിട്ട് ബാക്കിയുള്ള ഈ 101 പേര് 110 പേര് ചെയ്യുമ്പോൾ ഒരു വോട്ട് കിട്ടാൻ കൊണ്ട് എങ്ങനെ കേരളം നയിക്കാൻ പറ്റും?
അപ്പം ചോദിക്കുക എന്താ ബുദ്ധിമുട്ട്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു ആൾ ദൈവമുണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഷാഫി പറമ്പിൽ. പിന്നെ നിങ്ങൾക്ക് ക്രിസ്ത്യൻ മാധ്യമമാണെങ്കിൽ IB യുടെ ഉണ്ട്. IB യുടെ എന്താ കുഴപ്പം? അയാൾ ക്രിസ്ത്യാനിയല്ലേ, മാന്യല്ലേ, ജോർജേട്ട മാനല്ലേ, പാർട്ടി അഷ്ടപ്പെടുന്നതല്ലേ, ചെറുപ്പം എന്നല്ലേ ഉള്ളൂ. ചെറുപ്പം എന്താ കുഴപ്പം? അയക്കാണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രി എത്ര വയസ്സിലാണ്? 38ാമത്തെ വയസ്സായിട്ടാണ്. രമേശ് മന്ത്രി ചെയ്ത് 27ാമത്തെ വയസ്സിലാണ്. അപ്പോൾ എന്നാൽ ഷാഫി പറമ്പിൽ 45-48 വയസ്സുള്ളവർക്ക് എന്താ പ്രശ്നം? പ്രായമില്ലേ? തന്നെയല്ല, അങ്ങോട്ടാണ് അധികാരത്തിൽ വരേണ്ടത്. അല്ലാതെ ഈ വയസ്സായി എല്ലാ തെറ്റ് ചെയ്ത് കോടികൾ സമ്പാദിച്ച് അഴിമതി നടത്തി ഓരോരുത്തർ അല്ല വേണ്ടത്. അവരൊക്കെ കിട്ടിയോണ്ട് ഇനി വീട്ടിൽ പോയിരിക്കണം. ഞാൻ ഇപ്പോൾ മമ്മൂട്ടിയോട് പറഞ്ഞ പോലെ കിട്ടിയതെല്ലാം ആനുകൂല്യം കിട്ടി, നിങ്ങൾ എടുത്തോ. ജനങ്ങളെ വീട്ടിൽ നിങ്ങളെല്ലാം കോടികൾ ഉണ്ടാക്കി, അത് നിങ്ങൾ ഇനി വീട്ടിൽ പോയിരിക്കുക, അല്ലെങ്കിൽ പാർട്ടിയിൽ പ്രവർത്തിക്കുക, അധികാര സ്ഥാനത്തേക്ക് വരരുത്. ഇന്ന് ആയിക്കോട്ടെ. പിന്നെ ഈ ഒരു വിഭാഗത്തിലാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, അടൂർ പ്രകാശ് എന്താ കുഴപ്പം? അടൂർ പ്രകാശ് റവന്യൂ മന്ത്രിസ്ഥാനം കൊടുക്കാം, ആഭ്യന്തര വകുപ്പ് ആർക്ക് കൊടുക്കാം? നമ്മുടെ പുള്ളിക്ക് കൊടുക്കാം, IB-ന് കൊടുക്കാം. മുഖ്യമന്ത്രിയായിട്ട് കാണിക്കട്ടെ, അപ്പോഴൊരു ആശ്വാസമുള്ളൂ. മുഖ്യമന്ത്രി മറ്റ് പാർട്ടികളിൽ മുഖ്യമന്ത്രി ആകുമ്പോൾ ആഭ്യന്തരവും മുഖ്യമന്ത്രി സ്ഥാനം ഒരാളിനെ കൈകാര്യം ചെയ്തത്. ഇപ്പോൾ പിണറായി എന്നല്ലേ. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞു? മുഖ്യമന്ത്രിയായിട്ട് പറിച്ചാൽ ആഭ്യന്തരം ആൾക്കാർ കൊടുക്കുന്നില്ല. ഒരു ക്രിസ്ത്യാനിക്ക് കൊടുക്കാം, ഒരു ഈഴവന് കൊടുക്കാം, പിന്നെ നായർക്കും അതുപോലെ മാന്യമായിട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ ഭരണം UDF വിട്ടുള്ളൂ. അല്ലാതെ ഞഞ്ഞാമിഞ്ഞ കാണിച്ച കാര്യം നടക്കില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ മറ്റൊന്ന്, ഇങ്ങനെ രീതി ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ ഒരു ഭരണം കിട്ടി? ഈ തവണ കൂടി ഭരണം കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മനസ്സിലായോ? അടുത്ത പ്രാവശ്യം 2026 BJP അധികാരത്തിൽ കയറാൻ വേണ്ടി എല്ലാ ശ്രമവും ചെയ്യാണ്. അത് ചെയ്യുന്നത് മാത്രമല്ല, ഞാൻ പറഞ്ഞത് കോൺഗ്രസും ഒരു പരിധിവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ചെയ്യാത്ത കാര്യമാണ് BJP ചെയ്യുന്നത്. അവരത് കണ്ട് പഠിക്കണം. അതെന്താണത്? ഒരു വോട്ട് ജയിച്ചാലും മതി. 10 ലക്ഷം വോട്ട് ഭൂരിപക്ഷം ജയിച്ചാലും, ഒരു വോട്ട് ജയിച്ചാലും അവിടെ ചില ഒരു സ്ഥാനം, ഒരു MLA ഒരു MP സ്ഥാനം എന്നുള്ളൂ. അവരെന്താ ചെയ്യുന്നത്? വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ഒരു പേജിന് 12 ആൾ വഹിക്കുന്നുണ്ട്. സോറി, ഒരാൾ വഹിക്കുകയാണ് ഒരു പേജിന്. ആ ഒരാളെ സഹായിക്കാൻ വേണ്ടി 12 പേര് ഉറവച്ചുണ്ട്. പിന്നെ ലക്ഷക്കണക്കിന് നിസ്വാർത്ഥ പ്രവർത്തകർ സംഘപരിവാറിന് വേണ്ടി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം BJP അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെന്റ് ഉപയോഗിക്കാം. അതിലൊരു പരിധി വരെ ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരല്ല. അപ്പം അതിലും വീഴ്ചയുണ്ട്. പക്ഷെ കോൺഗ്രസോ? ഞാൻ പഞ്ചായത്ത് മത്സരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് പഞ്ചായത്തിലാണ്, കോൺഗ്രസ് ചിഹ്നത്തിൽ. അന്ന് ഞങ്ങൾ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ഒരു പേജില്ല, ഒരു കടലാസ് 2 പേജിന് ഒരാൾ വെച്ചിരുന്നാണ്. എന്നിട്ടും അവസാനം ജയിക്കുന്നപ്പോൾ കോൺഗ്രസ് കാല് വാരി എന്നെ തോൽപ്പിച്ചു. 3 വോട്ട് തോൽപ്പിച്ചു. അത് വേറെ കാര്യം. കാരണം 2 കൂടിയപ്പോൾ തല്ലുണ്ടാക്കി. എനിക്കും ആ വോട്ട് ചെയ്യുന്ന കുറേ ക്രിസ്ത്യൻ സ്ത്രീകളുണ്ടായി, അവർക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ 3 വോട്ട് തോറ്റു. പോട്ടെ, അന്ന് ഞാൻ ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് അന്ന് കിട്ടാത്ത ഏറ്റവും വലിയ സ്ഥാനം ആ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതിൽ കഴിഞ്ഞ് ഒന്നും വരില്ല. ഇന്നും ആ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ് മുൻ പ്രസിഡന്റും അവിടെ കിടന്ന് കറങ്ങും. അപ്പം അതിനൊക്കെ വലിയ ആളാണ് കുഞ്ഞവർ എന്നൊരാളാണ് അവിടെ. ജന്മനാ പണക്കാരാണ്, സമ്പന്നാണ്, ജന്മിയാണ്, വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാ യോഗ്യതയും പാരമ്പര്യമുണ്ട് രാഷ്ട്രീയത്തിൽ. വാപ്പായ കോൺഗ്രസ്. എന്നിട്ടും പുള്ളി ബംഗാൾ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമേ ഇരുന്നുള്ളൂ. ഇപ്പോൾ 2-3 വർഷം മുമ്പ് മരിച്ചു. ഇന്ന് മൊയ്തീൻ ഷായെ, ഞാൻ അഹങ്കാരം പറയല്ല, മൊയ്തീൻ ഷായെ ഇന്ന് കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിൽ വെളിയിലോ അല്ലെങ്കിൽ ഇതൊക്കെ കുറേ പേർക്ക് അറിയും. അത് നിങ്ങൾ തീരുമാനിക്കത്തുള്ളൂ. അപ്പോൾ അതാണ് നിങ്ങൾ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോകണം. അതല്ലെങ്കിൽ സംഗതി അപകടമാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നത് ബൂത്തടിസ്ഥാനത്തിൽ വളരെ സംഘടിതമായിട്ട് പോകണം. ഇന്ന് എന്തെങ്കിലും ആകട്ടെ, ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ല, ഇലക്ഷൻ വരുമെന്ന് കണ്ടുകൊണ്ട് അമിത്ഷാജി ആഭ്യന്തരമന്ത്രി BJP നേതാവ് ഇന്നലെ ട്രിവാൻഡ്രത്ത് നിന്ന് പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് എത്ര സിസ്റ്റമാറ്റിക്കാണ് അവർ ചെയ്തിരിക്കുന്നത്, എത്ര മോഡേണായിട്ടാണത്. എല്ലാ വാർഡ് മെമ്പർ 25,000 വാർഡ് മെമ്പർ നിർത്തിയിട്ട് അവർക്കെല്ലാം ഇന്നലെ അമിത്ഷാജി നേരിട്ട് പിന്നെ കോൺഫറൻസ് സംവിധാനത്തിൽ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ അവർക്ക് ആശ്വാസമാവില്ലേ? അമിത്ഷാജി എന്നെ കണ്ട് സംസാരിച്ചല്ലോ. എല്ലാവരും ഒരുപോലെയാണ്. ഇതൊക്കെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിലർ ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടി എന്ത് സന്നാഹം ഉണ്ടാക്കിയിരിക്കുന്നത്? ചില മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അതൊന്നും പോരാ. ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ഒരാൾ വെച്ച് വേണം. ഒരു വോട്ടേഴ്സിന്റെ ഒരു പേജിൽ ഒരാൾ വെച്ച് നിങ്ങൾ ചെയ്യണം. 12 ആൾ പോട്ടെ, അത് BJP മതസഭനോട്. അങ്ങനെ വാർഡിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ സതീശൻജി നിങ്ങൾ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ തീർന്നില്ലേ? ഇന്നത്തെ കണ്ടീഷൻ നിങ്ങൾക്ക് അത് സാധിക്കുന്നോ? അതിനുള്ള സന്നാഹം ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങൾക്കൊരു അന്ധമായൊരു ധാരണ ഉണ്ട്. 110 വോട്ട് ഞങ്ങൾ കിട്ടും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക്
28 സീറ്റിൻ്റെ കുറവാണ് കിടക്കുന്നത്. 70 സീറ്റ് ഉണ്ടെങ്കിൽ 28 സീറ്റ് ഇടണം. 28 സീറ്റ് അതായത് ഒരു 30 സീറ്റിൻ്റെ കുറവ് നിൽക്കണം. ഇപ്പം തന്നെ 30 സീറ്റ് പിടിച്ചാൽ പോരാ, ഇത് കഴിഞ്ഞിട്ട് പിടിക്കണം. 30 സീറ്റിൻ്റെ കുറവ് നിൽക്കണം. അതേ സ്ഥാനത്ത് മറ്റവർക്ക് 30 സീറ്റ് കൂടുതൽ എടുക്കുകയാണ്. അപ്പോൾ അവർക്ക് LDF 30 സീറ്റ് പോയാലും അവർക്ക് ഭരണം നിലനിർത്താം. നിങ്ങൾക്ക് എക്സ്ട്രാ 30 സീറ്റ് പിടിച്ചാലേ ഭരണം ചിന്തിക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കണം. ഒന്ന് -30 ആണെങ്കിൽ ഒന്ന് +30. LDF വെച്ച് +30 സീറ്റ് എടുക്കാണ്. 30 സീറ്റ് അവർക്ക് പോയിക്കോട്ടെ, അപ്പോഴും അവർക്ക് പേര് ഭരിക്കാം. നിങ്ങൾക്ക് 30 സീറ്റ് മൈനസാണ്. മനസ്സിലാകുന്നതൊക്കെ. എന്നിട്ട് നിങ്ങൾ എന്ത് അഹങ്കാരത്തിൻ്റെ അല്ലെങ്കിൽ മണ്ടത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഒരു കണ്ടമായിട്ട് ഞങ്ങൾ ജയിക്കും 110 സീറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പരസ്പരം കാലുവാരും തല്ലി നടക്കുന്നത്. ഒന്നും എടുക്കില്ല. LDF ഭരണം കിട്ടുന്ന ആഗ്രഹിച്ച് പിണറായി സഖാവ് ഒരു കരുക്കൾ നീക്കി മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കണ്ടു കഴിഞ്ഞാണല്ലോ, 95 ലക്ഷം മുസ്ലിങ്ങളിൽ 50% മുസ്ലിങ്ങൾ LDF വോട്ട് ചെയ്യും. ഈസിയായിട്ട് ജയിച്ചു വരും. അവിടെ സതീശൻ്റെ ഒരു ബുദ്ധിയും അവിടെ ഫലിക്കില്ല. രമേശിൻ്റെ ഒരു ബുദ്ധിയും ഫലിക്കില്ല, ഒരു തന്ത്രവും ഫലിക്കില്ല. കാരണം വോട്ട് എടുക്കുന്നത് അവിടെയാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യമായിട്ട് പല കാര്യം പറഞ്ഞ് അതുകൂടെ വീണ്ടും അവസരം, കേരളത്തിൽ മുസ്ലിം മുഖ്യമന്ത്രി സ്ഥാനത്ത് വേണമെന്ന് ഒരുപക്ഷെ പറഞ്ഞ് ഞങ്ങളുടെ ഗ്രൂപ്പ് മൊയ്തീൻ ഗ്രൂപ്പാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഞെട്ടി വിളിക്കാൻ തോന്നാം, പക്ഷെ ഇത് ഇന്നലെ നാളെ നടന്നേ തീരൂ. അതാണ് കാലഘട്ടത്തിൻ്റെ അനിവാര്യത. അപ്പോൾ സതീശൻജി, നിങ്ങൾ ഞാൻ സതീശൻ പറയുന്നത് പ്രതിപക്ഷ നേതാവട്ടെ, നിങ്ങളൊക്കെ ഒരു വലിയൊരു സ്വപ്ന ജീവിയായിട്ട് നിൽക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം 110 സീറ്റ് ഞങ്ങൾക്ക് കിട്ടും. അതൊന്നും അങ്ങനെയല്ല. അങ്ങനെ ഒരു സാധ്യം കേരളത്തിലില്ല. അങ്ങനെ ഏകപക്ഷമായിട്ട് UDF ജയിക്കാനുള്ള സാധ്യമൊന്നുമില്ല. നിങ്ങൾ ജയിക്കണമെങ്കിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പറഞ്ഞു തന്നെ നിൽക്കണം. അതിന് പാസോപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനിക്കാട്ടിൽ ഞാൻ പറയല്ലേ, മുഹമ്മദ് ഇതുപോലെ IBയുടെ എന്താണ് എടുക്കല്ലേ പയ്യന് എടുക്കല്ലേ, 40-45 വയസ്സില്ലേ, പക്വതയില്ലേ. അതുപോലെ ഈഴ വിഭാഗത്തിൽ നിന്ന് നമ്മുടെ അടൂർ പ്രകാശ് എന്താ കുഴപ്പം? പക്വതയുള്ള നല്ല മാന്യനല്ലേ. സതീഷിന് അതുപോലെ ഒരു പറ്റിയ സീറ്റ് കൊടുക്കാമല്ലോ. അല്ല, നിങ്ങൾ 6 പേർക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം നിങ്ങൾ ചിന്തിച്ചാൽ UDFന്റെ അവസാനത്തിൻ്റെ ആണി തീർക്കാമെന്ന് വിചാരിക്കണം. ഇത് ഞാൻ പറയാൻ കാരണം എനിക്ക് ഒരു താല്പര്യമില്ല. ഞാനൊരു വാർഡ് മെമ്പർ പോലും ആകാൻ പോകുന്നില്ല. പക്ഷേ UDF ജയിച്ച് തന്മൂലം LDF നിലനിൽക്കുന്ന ആഗ്രഹമുണ്ട്. അത് രാജ്യസ്നേഹമുള്ളതുകൊണ്ടാണ്, രാജ്യനന്മ ഉദ്ദേശമാണ്. അതല്ലാത്ത ഇതിൽ എളുപ്പത്തിൽ കണക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. എളുപ്പത്തിൽ കണക്ക് ചെയ്താണ് നിങ്ങൾ എന്താ ചെയ്ത്, ഞാൻ പറയില്ല 543 സീറ്റിലെടുത്ത് ലീഗിൻ്റെ ഭൂരിപക്ഷമുള്ള മുസ്ലിം മാത്രമല്ല ലീഗ് ഭൂരിപക്ഷമെടുത്ത് വന്ന് ജയിച്ച് അർമാദിച്ച് പോയില്ലേ. അതിൻ്റെ ക്ഷീണം കഴിഞ്ഞ ഇലക്ഷനിൽ 100 സീറ്റ് പോയി. ഈ തവണ ഇലക്ഷൻ 50 പോലുള്ളൂ. കാരണം പ്രചാരം കുറച്ച് മയപ്പെടുത്തി. ഇങ്ങനെ ചെയ്യില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. കാര്യങ്ങളായി മനസ്സിലാക്കണം. എന്നോട് പരിപാലിച്ചു എന്നെ തല്ലിക്കൊണ്ട ഒരു കാര്യമില്ല. കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. അത് യാഥാർത്ഥ്യമായിക്കണം. ഞാൻ ഒരിക്കൽ കൂടി പറയാം, തെരഞ്ഞെടുപ്പ്, പ്രേമം, യുദ്ധം, ഇതിൽ 3 നിയമമല്ല. അവിടെ സാഹചര്യം ബുദ്ധി ഉപയോഗിച്ച് ജയം മാത്രമാണ്. ആ ജയിക്കണമെങ്കിൽ അതോടെ ജനസംഖ്യാനുപാതിക്കാർ വരുന്നത് അങ്ങനെ ജയിക്കാൻ സാധ്യത. അങ്ങനെ വോട്ട് കിട്ടിയില്ല ചെയ്തില്ലെങ്കിൽ മുസ്ലിം ലീഗിനെ തങ്ങളിലെയും കണ്ടുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കാണിച്ചാൽ സംഗതി വിജയിക്കില്ല എന്ന് പ്രത്യേകമാണ്. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, രാജ്യത്തോട് സ്നേഹമുണ്ടെങ്കിൽ സതീശൻ ചെയ്യേണ്ടത് ആ കുഞ്ഞാക്കാനെ വിളിച്ച് രഹസ്യമായിട്ട് പറഞ്ഞു, കുഞ്ഞാക്കാൻ നമ്മളിപ്പോൾ യോജിച്ച് പോവാണ്, നിങ്ങൾ ആ മുസ്ലിം എന്നൊരു പേര് മാറ്റി എന്നിട്ട് വേറെ പേരിട്. ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റിയിൽ ഇരുന്നിട്ടല്ല IUML മാറണ്ട. അല്ലെ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് നമ്മളിട്ട്, അതുപോലെ നമ്മൾ തൽക്കാലം മാറിയില്ലേ, അത് വേണി ഉപയോഗിക്കുക. അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് ദേശീയ കാഴ്ചപ്പാട് മുന്നോട്ട് പോയാൽ സതീഷ നിങ്ങളുടെ പണി കുറയും, അവർക്ക് രക്ഷപ്പെടും. അല്ലെങ്കിൽ അവർ നശിക്കും, നിങ്ങൾ നശിക്കും. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. പർദ്ദ ഇടുന്ന സ്ത്രീകളോട് പ്രത്യേകം പറയുന്നത്, പർദ്ദ ഇട്ടാൽ നമ്മൾ എതിർക്കില്ല, തല മറിച്ച് എതിർക്കില്ല. പക്ഷെ മുഖത്ത് മറിച്ചൊരു ശീലക്കഷം വെച്ച് കണ്ണു മാത്രം കാണിച്ച രീതി ഇന്ത്യയിൽ അത് പറ്റൂല എന്ന് ഞങ്ങൾ പരസ്യമായിട്ട് പറയുന്നത്. തല്ലിക്കൊന്നാലും ശരി. അത് ഇന്ത്യ ഒരു വ്യത്യസ്ത സമുദായങ്ങളുമായി ബഹുസ്വരതയുള്ള രാജ്യമാണ്. അതൊരു കണ്ടാൽ തന്നെ ഒരു വലിയൊരു മോശമായിട്ട് തോന്നാണ്. പടച്ചവനെ അള്ളാഹുവിനെ എല്ലാ രഹസ്യം അറിയും റബ്ബെ, ഞങ്ങളിപ്പോൾ തെറ്റാടി അള്ളാഹു ക്ഷമിക്കണം. കാരണം പ്രായമായിട്ട് ചിന്തിക്കുമ്പോൾ ശരിയല്ലതാണ്.
ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ നിൽക്കൂരായിരുന്നു. ജയ് ഹിന്ദ്. ആശീസ് ബ്രിങ് തും ക്യാ